നമസ്കാരം. പ്രധാന വാർത്തകൾ. ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച ഭാഗ്യലക്ഷ്മി. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് സൂചന. അന്തിമ വിധിയെന്ന നിലയിൽ സംഘടനകൾ കാണുന്നുവെന്നും ഇനി ഒരു സംഘടനയുടെയും ഭാഗമാകില്ലെന്നും സംഘടനകൾക്കെതിരെ ഭാഗ്യലക്ഷ്മി തുറന്നടിച്ചു. ദിലീപ് നിരപരാധിയെന്ന് സുപ്രീം കോടതി പറയണം. നിലവിൽ വിധി പറഞ്ഞത് കീഴ്ക്കോടതി മാത്രമാണ്. അതിജീവിതയോട് സംസാരിക്കുക പോലും ചെയ്തില്ലെന്നും ഫെഫ്കയെ ഭാഗ്യലക്ഷ്മി വിമർശിച്ചു. ദിലീപ് അപേക്ഷ നൽകിയാൽ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കുമെന്ന് ബി ഉണ്ണികൃഷ്ണൻ ഇന്നലെ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെയാണ് ഭാഗ്യലക്ഷ്മിയുടെ നടപടി. പ്രചാരണത്തിനിടെ പാലക്കാട് BJP സ്ഥാനാർത്ഥിക്ക് തെരുവുനായുടെ കടിയേറ്റു. കൊടുമ്പ് പഞ്ചായത്തിലെ 3-ാം വാർഡ് സ്ഥാനാർത്ഥി സിജുമോൾക്കാണ് കടിയേറ്റത്. കാരക്കാട് പുളിയൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് സംഭവം. സിജുമോളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം വീണ്ടും പ്രചരണം ആരംഭിക്കും. വോട്ട് ചെയ്ത് മടങ്ങിയ യുവാവ് ചെക്ക് ഡാമിൽ മുങ്ങി മരിച്ചു. കരുണാപുരം ചാലക്കുടിമേട് സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ചെക്ക് ഡാമിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ അപ്പാപ്പിക്കട 2-ാം ബൂത്തിൽ വോട്ട് ചെയ്ത് മടങ്ങിയ യുവാവാണ് മുങ്ങി മരിച്ചത്. യുവാവിനെ പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കേരളത്തിൽ SIR നടപടികൾ 2 ദിവസത്തേക്ക് കൂടി നീട്ടാൻ നിർദ്ദേശം നൽകി സുപ്രീം കോടതി. 2 ആഴ്ചത്തേക്ക് നടപടി നീട്ടണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. കോടതി നിർദ്ദേശപ്രകാരം എന്യൂമറേഷൻ ഫോം തിരികെ വാങ്ങുന്നതിനുള്ള സമയം 18 വരെ നീട്ടിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സ്ഥിതി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഈ മാസം 18 വരെ കാത്തിരിക്കണമെന്നും കമ്മീഷൻ വാദിച്ചു. എന്നാൽ ക്രിസ്മസ് അവധിയടക്കം പരിഗണിച്ച് 2 ആഴ്ച കൂടി സമയം നൽകണമെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഇത് അംഗീകരിക്കാത്ത ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് 2 ദിവസത്തേക്ക് കൂടി നീട്ടാമെന്ന് അറിയിക്കുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് എന്ന പരാതിയെ തുടർന്ന് വോട്ടിംഗ് നിർത്തി. LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ BJP സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെയുള്ള ലൈറ്റ് തെളിയുന്നതായാണ് പരാതി. പൂവച്ചാൽ ഗ്രാമപഞ്ചായത്ത് മതിയാവിള വാർഡ് സെന്റ് ആൽബർട്ട് LP സ്കൂളിലെ ബൂത്തിലാണ് സംഭവം. ജില്ലാ പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോഴാണ് മെഷീനിലെ താമര ചിഹ്നത്തിലെ ലൈറ്റ് തെളിയുകയും ബീപ്പ് ശബ്ദം കേൾക്കുകയും ചെയ്യുന്നത്. ഇതേ തുടർന്ന് LDF പോളിംഗ് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകുകയും ചെയ്തു. ഇതോടെയാണ് വോട്ടിംഗ് നിർത്തിയത്.